അഡ്വക്കേറ്റ് സേനാപതി വേണു നേരത്തെ അഡ്വക്കേറ്റ് ജയസൂര്യനെ ഇവിടെ ചൂണ്ടിക്കാണിച്ചു. അതായത് ബീഹാറിൽ ഇപ്പോൾ 40 ലക്ഷത്തോളം അനധികൃത കുടിയേറ്റക്കാരാണുള്ളത്. പശ്ചിമ ബംഗാളിൽ ചുരുങ്ങിയതൊരു 2.5 കോടിയെങ്കിലും കാണും. ഇപ്പം മൊത്തത്തിലൊരു രാജ്യത്ത് മൊത്തം ഒരു 7-8 കോടിയെങ്കിലും അനധികൃത കുടിയേറ്റക്കാരുണ്ടാകും. ഈ അനധികൃത കുടിയേറ്റക്കാരാണ് ചില രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ട് ബാങ്ക്. അപ്പോൾ ഇത്തരക്കാരെ കണ്ടെത്താതിരിക്കാനായിരുന്നു CAA വിരുദ്ധ സമരം. ആ CAA വിരുദ്ധ സമരത്തിന് ആരാണ് നേതൃത്വം നൽകിയത് എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ അവരെയൊക്കെ ഈ വളരെ ക്ലവറായിട്ട് ഇന്ത്യൻ പൗരന്മാരാക്കുക ആയിരുന്നു താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി നേതൃത്വം നൽകുന്ന ഇന്ത്യ അലിയൻസിൻ്റെ ശ്രമം. അപ്പോൾ ഈ പരിഷ്കരണത്തെ, വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം കൂടി അതല്ലേ? ആ വോട്ട് ബേസ്, വോട്ട് ബാങ്ക് നഷ്ടപ്പെടും എന്നുള്ളൊരു ആശങ്കയുടെ അടിസ്ഥാനത്തിൽ കൂടിയല്ലേ ഈ പ്രതിഷേധം? അല്ല, ഒന്ന് നമ്പ്യാരെ, ഇവിടെ 20 ലക്ഷം മരിച്ച ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റുന്നതിന് ഏതെങ്കിലും രേഖ പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്? അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ നിന്ന് റിപ്പോർട്ട് അല്ലെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ മേടിച്ചാൽ അവന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി എക്സ്ക്ലൂഡ് ചെയ്യപ്പെടും. ആ ഒരു പരിഷ്കരണത്തിന് എന്തെങ്കിലും ഒരു ഡ്രൈവിന്റെയോ അല്ലെങ്കിൽ ഒരു ഇന്റൻസീവ് റിവിഷന്റെ ഒരു ആവശ്യമില്ലോ 20 ലക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. പിന്നെ പ്രബുദ്ധമായ കേരളത്തിൽ പോലും ഈ പറഞ്ഞ പരേതര് തെരഞ്ഞെടുപ്പ് ദിവസം പോളിംഗ് ബൂത്തിൽ വരുന്നുണ്ടല്ലോ. ഞാൻ അങ്ങോട്ടാ വരുന്നേ. ഞാൻ ഈ ബീഹാറിലെയും വടക്കേ ഇന്ത്യയിലെയും ഒക്കെ പല തെരഞ്ഞെടുപ്പുകൾ ഞാൻ മുൻ സൈനികനായിട്ട് നേരിട്ട് കാണും. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കല്ല, നമ്മൾ യാത്രയിലും ഒക്കെ നേരിട്ട് കാണും. ജയസൂര്യ പറഞ്ഞ പോലെ അവിടെയൊന്നും ഒരാളും വ്യാജ വോട്ടുമായിട്ട് വരികയല്ലേ. അവിടെ ഇപ്പൊ ലാൽ സിംഗിന്റെ വോട്ടുമായിട്ട് ബാൽ സിംഗ് വരേണ്ട കാര്യമില്ല. അവിടുത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പോൾ റിഗിങ്ങാ. അവിടെ നേരത്തെ ബാലറ്റ് പെട്ടി, ഞാനൊക്കെ സർവീസിലുള്ള കാലത്ത് എന്ന് പറഞ്ഞാൽ ബാലറ്റ്, പേപ്പർ ബാലറ്റാ. അവിടെ പോൾ റിഗിങ് ഈ ഗുണ്ടകളോ സെമിന്ദാർമാരോ വന്ന ആളുകളെ അടിച്ചു ഓടിച്ചിട്ട് ഇത് വളഞ്ഞ് കുത്തി ഇടുക എന്നുള്ളൂ. അല്ലാതെ വേറൊരാളുടെ ഐഡന്റിറ്റി കാർഡ് വന്ന് ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതൊന്നും ബീഹാറിലില്ല. ബീഹാറിലൊക്കെ തെരഞ്ഞെടുപ്പ് അട്ടിമറി എന്ന് പറയുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൗതുകം തോന്നുന്ന അട്ടിമറികളാണ്. ഈ വോട്ടർ പട്ടിക വ്യാജനൊക്കെ ചേർക്കുന്നത് കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഞാൻ അതിലോട്ട് വന്നത് വർഗീസ് ജോർജ് സാർ ഞങ്ങൾ ഒരു മുന്നണിയിലായതുകൊണ്ട് അത് പറയുന്നത് ശരിയാണോ എന്നറിയില്ല. 10 ലക്ഷം വോട്ടർമാരെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായപ്പോഴേക്ക് ഇവർ ശാസ്ത്രീയമായിട്ട് വെട്ടിമാറ്റിയിരിക്കുന്നു. അതൊക്കെ ഇവരുടെ ശാസ്ത്രീയമായി വെട്ടിമാറ്റില്ല. പക്ഷെ ബീഹാറിലൊന്നും ഇദ്ദേഹം പറഞ്ഞ പോലെ ഡ്യൂപ്ലിക്കേഷൻ നടത്തിയോ അല്ലെങ്കിൽ വ്യാജ പേരിൽ വന്നോ അവിടെ ഒന്നും ഒരാൾ 45-50% പലപ്പോഴും അവിടുത്തെ പോളിംഗ് ശതമാനം നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ ഇന്റൻസീവായി മാസീവായിട്ടുള്ള ഒരു ഇലക്ഷൻ ഒക്കെ വരുമ്പോഴാണ് 50, 55, 60%. അല്ലാത്തപ്പോഴൊക്കെ 45-50% ആളുകളേ ഉള്ളൂ. ബാക്കി 50% വരാറില്ല. വേണമെങ്കിൽ അവരുടെ വന്ന് കുത്തിയിടാൻ മേലാത്തതാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഈ പറയുന്ന ഇതൊന്നും എന്താ പറഞ്ഞേ, അതൊരു ഒരു ഏതെങ്കിലും ഒരു സയന്റിഫിക് എവിഡൻസിന്റെ പേരിൽ പറയുന്നതല്ല. പിന്നെ ഈ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒന്ന് ബീഹാർ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബീഹാർ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്നില്ല. ബീഹാർ അതിർത്തി പങ്കിടുന്നത് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, നേപ്പാള്, കാഠ്മണ്ഡു അങ്ങനെ വന്നു കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളാണ്. നേരിട്ട് അങ്ങനെ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്നതല്ല. കഴിഞ്ഞ 10 കൊല്ലക്കാലമായിട്ട് ഈ രാജ്യം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് അതിർത്തി സീൽ ചെയ്യാതെ ബംഗാളിൽ നിന്ന് ആളുകൾ മുഴുവൻ കയറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കയറിയിട്ടുണ്ടാകാം, ഇല്ല എന്നൊന്നും പറയുന്നില്ല. അവരെയൊക്കെ കണ്ടെത്തണം, അവരെയൊക്കെ പുറത്താക്കണം. ഇവിടെ മോഹൻ വർഗീസ് സാർ പറഞ്ഞ പോലെ യഥാർത്ഥ പൗരൻ വോട്ടവകാശം രേഖപ്പെടുത്തണം. പക്ഷേ ഇവിടെ ഞങ്ങളുടെ ഒരു സംശയം ഇതാണെന്നേ. ഇപ്പോ 2024 ഏപ്രിൽ മാസമാണല്ലോ നമ്മുടെ നാട്ടിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഒരു കൊല്ലവും കഴിഞ്ഞിട്ട് വളരെ ചുരുങ്ങിയ നാളുകളിലേ ആകും. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത വോട്ടർക്ക് വൈ ഹിസ് റൈറ്റ് ടു വോട്ട് ഈസ് ഡിനൈഡ് ഇൻ ദ കമ്മിങ് ഇലക്ഷൻ? ആ ഒരു ചോദ്യമാണത്. അങ്ങനെയാണ് എങ്കിൽ കഴിഞ്ഞ ഇലക്ഷനിൽ ഈ വ്യാജ വോട്ടർമാരുടെ വോട്ട് കൊണ്ട് ജയിച്ചിട്ടുള്ള MP-മാരുണ്ടാവുമല്ലോ. ഇത് പരിശോധിച്ചതിന് ശേഷം അവന് കിട്ടിയിരിക്കുന്ന ഭൂരിപക്ഷം എത്ര? അപ്പോ തെരഞ്ഞെടുപ്പ് തന്നെ ചിലപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇവിടെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്നുള്ള പ്രക്രിയ നടക്കട്ടെ, ഞങ്ങൾക്ക് അതിലൊരു തർക്കവുമില്ല. അത് ഇന്ത്യ മുഴുവൻ നടക്കട്ടെ. പക്ഷേ അതിനകത്ത് എന്റെ ചോദ്യം, ഞാൻ ജയസൂര്യയോട് ചോദിക്കുന്നു, 30 ദിവസത്തിനകം അങ്ങയുടെ പിതാവിന്റെ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം, എന്റെ പിതാവിന്റെ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം, അതല്ല എങ്കിൽ അനിൽ നമ്പ്യാറിന്റെ പിതാവിന്റെ ജനന സർട്ടിഫിക്കറ്റും കൂടെ ഹാജരാക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കിവിടെ അത് സാധ്യമാകും. ഇത് പല ജനനം പോലും രജിസ്റ്റർ ചെയ്യാത്തതാണെന്ന് ഇപ്പോഴും ബീഹാർ. ഞാൻ വായിച്ച ഒരു പ്രദേശത്ത് 14% ഇപ്പോഴും സാക്ഷരത നിൽക്കുന്നു. നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏതോ ഒരു ഗ്രാമത്തിന്റെ ഒരു കാര്യം വായിച്ചു കഴിഞ്ഞപ്പം സ്വന്തം പേരെഴുതി ഒപ്പിടാൻ അറിയാവുന്ന ആളുകളോട് 14% ഉള്ളൂ. അവൻ വാട്സാപ്പിൽ
വാട്സാപ്പിൽ നോക്കി അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നോക്കി ഇതൊക്കെ പൂരിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വാദഗതിക്ക് വേണമെങ്കിൽ പറയാം. ഞാൻ പറയുന്നു, ഗവൺമെന്റ് ചെയ്യേണ്ടതായിരുന്നുവെങ്കിൽ പാർലമെന്റിൽ ഒരു നിയമം പാസാക്കി ഇത് ഇന്ത്യയിൽ മുഴുവൻ നടപ്പിലാക്കട്ടെ, എല്ലാ സംസ്ഥാനങ്ങളും. അത് 2026 മാർച്ച് വരെയോ അല്ലെങ്കിൽ 2027 ഇന്ന മാസം കൊണ്ട് അത് പൂർത്തീകരിക്കും. അതിനുശേഷം ഇതായിരിക്കും പ്രക്രിയ എന്നുള്ളതാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്ന് വിചാരിച്ച് അങ്ങനെ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷന്റേതായ തോന്നിവാസമൊന്നും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഇവിടെ ജനപ്രാതിനിധ്യ നിയമത്തിലെ മോഹൻ വർഗീസ് സാർ സൂചിപ്പിച്ച 22, 23 എങ്ങനെയാണ് വോട്ടറെ എൻറോൾ ചെയ്യേണ്ടത്, അതൊക്കെ വളരെ കൃത്യമായിട്ട് വിവക്ഷിച്ചിട്ടുള്ളതാണ്. അല്ലാതെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സുപ്രീം അതോറിറ്റി, അവര് ആളുകളുടെ പൗരത്വം നിർണ്ണയിക്കാനുള്ള ഒരു അതോറിറ്റി അല്ല എന്നുള്ളതാണ്. ഇവിടെ ആളുകളുടെ പൗരത്വം പോലും നിർണ്ണയിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി വ്യാജ ഐഡന്റി കാർഡ് ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, കള്ളനോട്ട് നാട്ടിൽ അടിക്കുന്നു എന്ന് വിചാരിച്ച് നോട്ട് നമ്മൾ സമ്പൂർണ്ണമായിട്ട് നിരോധിക്കുകയാണോ ചെയ്യുന്നത്? കള്ളനോട്ട് കണ്ടെത്തണം, വ്യാജ ഐഡന്റി കാർഡ് ഉണ്ടെങ്കിൽ കണ്ടെത്തണം, വ്യാജ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ കണ്ടെത്തണം, ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ കണ്ടെത്തണം. ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ നടക്കേണ്ട ഒരു കാര്യമാണെന്നേ. അത് നടത്തുമ്പോൾ ഇവിടെ ആദ്യം ചോദിച്ച ആ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ഇന്ത്യൻ പൗരന്മാർ എന്തുകൊണ്ട് അവരിൽ 52 ലക്ഷം ആളുകൾ, ഇവിടെ പറഞ്ഞ പോലെ മരിച്ചുപോയവർ പോട്ടെ, എന്നാലും ശേഷിക്കുന്ന 32 ലക്ഷം ആളുകളുണ്ടല്ലോ, 32 ലക്ഷം ആളുകൾക്ക് എന്തുകൊണ്ട് വോട്ടവകാശം ഇല്ലാതാകുന്നു? അങ്ങനെ വോട്ടവകാശം ഇല്ലാതാകുന്ന ആളുകൾ ഈ രാജ്യത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ ഇനി അവരെ എന്ത് ചെയ്യണം? അത് നമ്മൾ ചിന്തിക്കണ്ടേ. 32 ലക്ഷം ആളുകൾ ഇവിടെ താമസിക്കുന്നവർ അനധികൃതമാണ്, അവരെവിടുന്ന് വന്നവരാണ്, ഇത് കണ്ടെത്തണ്ടേ? അല്ല വെറുതെ വോട്ടർ പട്ടിക മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്താൽ പോരല്ലോ. 32 ലക്ഷമാണ്. അപ്പൊ അങ്ങ് പറഞ്ഞ 2.5 കോടിയോ അല്ലെ 40 ലക്ഷമോ ആയിക്കോട്ടെ, ഈ ആളുകളെ നമ്മൾ കണ്ടെത്തണ്ടേ? ഈ ആളുകളെ കണ്ടെത്തിയിട്ട് അവരെ ഡിപ്പോർട്ട് ചെയ്യണ്ടേ ഇവിടുന്ന്? അതിനുള്ള അതാണോ ഇപ്പൊ നടക്കേണ്ടത്? അതാണ് എങ്കിൽ ശരിയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട്, ഈ കണ്ടെത്തലുകളുടെ ഭാഗമായിട്ട് ലേറ്റസ്റ്റ് നടക്കുമായിരിക്കും. ഞാൻ ഒരു 2 മിനിറ്റ് കൊടുത്താ. ഒന്ന്, ഇലക്ഷൻ കമ്മീഷന്റെ പല പ്രവർത്തനത്തിലും ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. ഞങ്ങളത് പ്രകടിപ്പിച്ചതാണല്ലോ. കാരണം എന്താ, സുപ്രീം കോടതി ചോദിച്ചൊരു കാര്യമുണ്ട്. തലേദിവസം രാത്രിയിൽ രാജിവെച്ച ഒരു IAS ഉദ്യോഗസ്ഥൻ നേരം വെളുക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷണറായി. അപ്പോ ഇന്ത്യയില് വോട്ട് ഫോർ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു സംഘടന കൊടുത്ത ഹർജി പ്രകാരം ഈ കേസ് വാദത്തിന് വന്നപ്പോൾ സുപ്രീം കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്. രാത്രി 8 മണിക്ക് രാജിവെച്ച IAS ഉദ്യോഗസ്ഥൻ നേരം എടുത്തു കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആകേണ്ട എന്ത് ആവശ്യമാണ് ഈ രാജ്യത്തുണ്ടായതെന്ന്. പിന്നെ ഒരു കാര്യം കൂടി, സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്ന കാര്യത്തിൽ ഒരു മാനദണ്ഡം പറഞ്ഞല്ലോ. പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ പാർട്ടി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. നിങ്ങൾ പുതിയ നിയമം കൊണ്ടുവന്നു, കുഴപ്പമില്ല. ആ നിയമം കൊണ്ടുവന്നപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിശ്ചയിക്കുന്ന ആള് ഇലക്ഷൻ കമ്മീഷനായി. അപ്പൊ നിങ്ങൾ 2 പേര് നിയമിക്കുന്നു, പിന്നെ പ്രതിപക്ഷ നേതാവിന് അവിടെ എങ്ങനെയാ റോളുള്ളത്? ആ നിയമിക്കപ്പെടുന്ന ഇലക്ഷൻ കമ്മീഷനുകളുടെ പല പ്രവർത്തനവും നിഷ്പക്ഷമല്ല എന്ന് ഞങ്ങൾക്ക് ആക്ഷേപമുണ്ടെന്നേ. ഞങ്ങൾ സേനാപതി വേണു നേരത്തെ EVM ചൊല്ലിയായിരുന്നു നിങ്ങളുടെ പരാതി. ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ തന്നെ ശരിയല്ല എന്നാണോ? അല്ല, ഇലക്ഷൻ കമ്മീഷന്റെ പല പ്രവർത്തനത്തെ കുറിച്ചും ഞങ്ങളുടെ ആശങ്കയാണല്ലോ. ഞങ്ങളത് മുമ്പും രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്, ഇപ്പോഴും ഞങ്ങളത് രേഖപ്പെടുത്തുന്നു. ഞങ്ങൾ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ചില ക്രമക്കേടുകളെ ചൂണ്ടിക്കാണിച്ച കാരണം മാസീവായി ഒരാഴ്ച കൊണ്ട് 50 ലക്ഷം പുതിയ വോട്ടർമാർ ചില ഫ്ളാറ്റുകളിൽ 10,000, 5,000, 3,000 ഒക്കെ ആളുകളെ എൻറോൾ ചെയ്തുകൊണ്ട് ഇവരെല്ലാം വോട്ടർ പട്ടികയിലേക്ക് പേര് വരുന്നു. ചില ബൂത്തുകളിലെങ്കിലും ആ ബൂത്തിലുള്ള വോട്ടർ ഇലക്ട്രൽ പട്ടികയിലുള്ള വോട്ടർമാരെ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തതായിട്ട് വന്നിരിക്കുന്നു, റെക്കോർഡുകൾ വന്നിരിക്കുന്നു. ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് അത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ തോറ്റതുകൊണ്ട് തോൽവിയുടെ ആഘാതത്തിൽ കോൺഗ്രസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന വിഭ്രാന്തിയിൽ നിന്ന് പറയുന്നതാണ് എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ ഉത്തരം. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ന്യായമായ മറുപടി നൽകുക. ഞങ്ങൾ പാർലമെന്റിൽ ചർച്ചയിലൂടെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം ഇതാ: കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആളുകൾ എന്തുകൊണ്ട് അവർ ഒഴിവാക്കപ്പെടുന്നു? ഈ പാവപ്പെട്ട ആളുകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 30 ദിവസം കൊണ്ട് ഈ രേഖകൾ സമർപ്പിക്കാൻ പറ്റാത്ത ആളുകൾക്ക് അവരുടെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലല്ലോ. വോട്ടർ പട്ടികയിൽ വരാതെ അവർ ഇലക്ഷൻ എന്ന പ്രക്രിയയിൽ ഭാഗമാക്കാകാതെ വരുമ്പോൾ ജനാധിപത്യം അത് അപകടത്തിലാവുകയല്ലേ? എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാനും അവനിഷ്ടമുള്ള ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കാനുമുള്ള ഒരു അവകാശം, അതാണല്ലോ ജനാധിപത്യ അവകാശം. ആദ്യത്തെ വോട്ടർ ശ്യാംഞർ നേഗി, അദ്ദേഹം ഹിമാചൽ പ്രദേശിലെ കുളു മനാലിയിലാണ് 1951 ഒക്ടോബറിൽ അദ്ദേഹം വോട്ട് ചെയ്യുന്ന ആദ്യത്തെ വോട്ടർ ഇന്ത്യയിലെ. കാരണം കുളു മനാലിയിൽ മഞ്ഞ് വീഴുന്നത് കൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ പെട്ടിയുമായിട്ട് അവിടെ പോയി വോട്ട് ചെയ്തതാണ്. ആ ആളെ മാറ്റി നിർത്തിയിട്ട് വേണമെങ്കിൽ ആരെയെങ്കിലും കുത്തിയിടാമായിരുന്നല്ലോ. കാരണം അന്ന് മുതൽ ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയ സുതാര്യമായിട്ട് നടക്കുന്നതാണ്. അത് സുതാര്യമായിട്ട് നടക്കണം. അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. ആ സൗന്ദര്യം നിലനിൽക്കണം നമ്പ്യാരെ. അതിന് അല്ലാതെ ഞങ്ങൾ 10 കൊല്ലമായിട്ട് അധികാരത്തിലിരിക്കുന്നു, ഇനി ഞങ്ങൾ തീരുമാനിക്കുന്ന പോലെ നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എതിരെ നിൽക്കും. അത്രയുള്ള കാര്യമുള്ളൂ.